അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 23 വ്യാഴാഴ്ച. താരപ്രചാരകരുടെ പ്രസംഗം നിയന്ത്രിക്കണമെന്ന് നിർദ്ദേശം നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. BJP, കോൺഗ്രസ് പാർട്ടി അധ്യക്ഷന്മാർക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. താരപ്രചാരകർ വാക്കുകളിൽ ശ്രദ്ധാലുവാകണം, പ്രസംഗങ്ങളിൽ മര്യാദ പാലിക്കാൻ നിർദ്ദേശം നൽകണം എന്നിങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇക്കാര്യം വ്യക്തമാക്കി രേഖാമൂലം നിർദ്ദേശം നൽകണമെന്ന് BJP അധ്യക്ഷൻ JP നദ്ദയോടും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയോടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടു. KSRTC ഡ്രൈവർ യദുവിനെതിരെ ഒരു ക്രിമിനൽ കേസും നിലവിലില്ലെന്ന് പോലീസ്. മേയർ ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട കേസിൽ ആരോപണ വിധേയനായ യദു സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കുള്ള മറുപടിയിലാണ് പോലീസ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇതോടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി നടപടികൾ അവസാനിപ്പിച്ചു. മേയർക്കെതിരെ പ്രതികരിച്ചു എന്ന കാരണത്താൽ CPM സഹായത്തോടെ മലയൻകീഴ് പോലീസ് തനിക്കെതിരെ കള്ളക്കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുകയാണെന്നും ഈ സാഹചര്യത്തിലാണ് താൻ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചതെന്നുമാണ് യദു ഹർജിയിൽ പറയുന്നത്. മലപ്പുറം കരുവാരക്കുണ്ട് DNO UP സ്കൂളിൽ ചട്ടവിരുദ്ധ നിയമനങ്ങൾക്കായി മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ വൻ ക്രമക്കേട് നടത്തിയെന്ന കണ്ടെത്തലിൽ നടപടി എടുക്കരുതെന്ന് സമസ്ത നേതൃത്വം ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകൾ. അധ്യാപകരായ O സുലാഹ, നിഷാദ് സുൽത്താന, C റെയ്ഹാനത്ത്, സ്കൂൾ മാനേജർ NK അബ്ദുറഹ്മാൻ എന്നിവർക്കെതിരെയാണ് മലപ്പുറം DDയുടെ അന്വേഷണ റിപ്പോർട്ട്. ഇവരിൽ ഒരാൾ EK സുന്നി നേതാവിന്റെ മകളായതിനാലാണ് നടപടി പാടില്ലെന്ന് ആവശ്യപ്പെട്ട് സമസ്ത നേതാവ് ഉമർ ഫൈസി മുക്കത്തിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയെ കണ്ടെന്നതാണ് റിപ്പോർട്ടുകൾ. വ്യാജരേഖയുണ്ടാക്കി അധ്യാപകർ ചെയ്യാത്ത ജോലിക്ക് 1 കോടിയോളം രൂപ കൈപ്പറ്റിയെന്നാണ് കണ്ടെത്തൽ. ഇടതുപക്ഷത്തോട് അടുക്കാൻ സംഘടനയിൽ ചിലർ ശ്രമിക്കുന്നുവെന്ന വിമർശനവുമായി കേന്ദ്ര മുഷാവറ അംഗം ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ EK വിഭാഗം സമസ്തയിലെ ഒരു വിഭാഗം മലപ്പുറത്തും പൊന്നാനിയിലും ലീഗ് സ്ഥാനാർത്ഥികൾക്കെതിരെ പ്രവർത്തിച്ചിരുന്നു. ലീഗ് വിരുദ്ധരായ സമസ്ത നേതാക്കളുടെ അറിവോടെ നടത്തിയ നീക്കം UDF വോട്ടുകളിൽ വിള്ളലുണ്ടാക്കിയതായി ലീഗ് നേതൃത്വം വിലയിരുത്തിയിരുന്നു. അതേസമയം സമസ്ത നേതാക്കൾക്കെതിരായും സുപ്രഭാതം പത്രത്തിനെതിരായും പ്രസ്താവന നടത്തിയ മുഷാവറ അംഗം ബഹാവുദ്ദീൻ നദ്വിയോട് സമസ്ത നേതൃത്വം വിശദീകരണം തേടി. 48 മണിക്കൂറിനകം വിശദീകരണം നൽകാനാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടത്. കൊല്ലങ്കോട് കമ്പിവേലിയിൽ കുടുങ്ങി ചത്ത പുലിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന്. പുലിയുടെ ആന്തരികാവയവങ്ങൾക്ക് പ്രശ്നം ഉണ്ടോ എന്ന് പരിശോധിക്കും. ആന്തരിക രക്തസ്രാവമാണ് മരണകാരണം എന്നാണ് സംശയം. പുലിയെ കൂട്ടിലാക്കുന്നതിനായി വെച്ച മയക്കുവെടി ശരീരത്തിൽ തട്ടി തെറിച്ചു പോയിരുന്നു. അതിനാൽ തന്നെ മരുന്ന് വളരെ കുറച്ച് മാത്രമേ പുലിയുടെ ശരീരത്തിൽ കയറിയിരുന്നുള്ളൂ. ഏറെ നേരം കമ്പിവേലിയിൽ തൂങ്ങിക്കിടന്നത് ആന്തരികാവയവങ്ങളെ തകരാറിലാക്കിയിരിക്കാം എന്നാണ് കരുതുന്നത്. പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയതിൽ അന്വേഷണത്തിന് വിദഗ്ധ സമിതി രൂപീകരിച്ചു. ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് അന്വേഷണ സമിതി രൂപീകരിച്ചത്. ഫിഷറീസ് യൂണിവേഴ്സിറ്റിയിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തി 7 അംഗ സമിതി രൂപീകരിച്ച് ഉത്തരവും ഇറക്കി. മെയ് 24-നകം റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയതിനെ തുടർന്ന് നഷ്ടം സംഭവിച്ച കർഷകർക്ക് 6 മാസത്തേക്ക് സൗജന്യ റേഷൻ ശുപാർശ ചെയ്യുമെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ്. കർഷകർക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നതിനായി 7 ദിവസത്തിനകം റിപ്പോർട്ട് നൽകുമെന്ന് പ്രതിഷേധക്കാർക്ക് ചീഫ് എഞ്ചിനീയർ ഉറപ്പു നൽകി. മത്സ്യക്കുരുതിക്ക് കാരണക്കാരായവർക്കെതിരെ നടപടിയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. IAS തലത്തിൽ സംസ്ഥാനത്ത് വീണ്ടും മാറ്റം. ആരോഗ്യ വകുപ്പ് സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷ് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പൂർണ്ണ ചുമതല ഏറ്റെടുത്തു. KSEB ചെയർമാൻ രാജൻ കോബ്രഗഡെ ആരോഗ്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായി നിയമിതനായി. KSEBയുടെ പുതിയ ചെയർമാൻ ബിജു പ്രഭാകറാണ്. തൊഴിൽ വകുപ്പ് സെക്രട്ടറി K വാസുകി നോർക്ക സെക്രട്ടറിയുടെ ചുമതല കൂടി ഇനി നിർവഹിക്കും. മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ ചികിത്സാ പിഴവിലെ പരാതികൾ ചർച്ച ചെയ്യാൻ ആരോഗ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചു ചേർത്തു. ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടാവാൻ പാടില്ല, രോഗികളോട് ഇടപെടുമ്പോൾ ശ്രദ്ധിക്കണം, എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ഡോക്ടർമാർ സ്വകാര്യ പ്രാക്ടീസിംഗ് നടത്തേണ്ട, എല്ലാവരും ചേർന്ന് ഒരു ടീമായാണ് പ്രവർത്തിക്കേണ്ടത്. ഡോക്ടർമാർ സ്വകാര്യ പ്രാക്ടീസുകൾ നടത്തി എന്നറിഞ്ഞാൽ കർശന നടപടിയെടുക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സ്വകാര്യ പ്രാക്ടീസിംഗ്, ചികിത്സാ പിഴവ് അടക്കമുള്ള കാര്യങ്ങളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രി നിർദ്ദേശിച്ചു.
പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. സംസ്ഥാനത്തെ ഈ വർഷത്തെ ട്രോളിംഗ് നിരോധനം 52 ദിവസമായിരിക്കുമെന്ന് മന്ത്രി സജി ചെറിയാന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു. ജൂൺ 9 അർദ്ധരാത്രി 12 മണി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി 12 മണി വരെയാണ് നിരോധനം. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും സൗജന്യ റേഷൻ വിതരണം ഊർജിതമാക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. എല്ലാ തീരദേശ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫിഷറീസ് കൺട്രോൾ റൂമുകൾ മെയ് 15 മുതൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിൽ സ്റ്റേറ്റ് കൺട്രോൾ റൂം ആരംഭിച്ചതായി മന്ത്രി വീണ ജോർജ്. പകർച്ചവ്യാധി പ്രതിരോധത്തിന് ആരോഗ്യവകുപ്പ് സ്റ്റേറ്റ് ലെവൽ റാപ്പിഡ് റെസ്പോൺസ് ടീം രൂപീകരിച്ചിരുന്നു. സംശയ നിവാരണത്തിനായി കൺട്രോൾ റൂമിലെ ഫോൺ നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്. പാലാ നഗരസഭയിലെ CPM കൌൺസിലർ ബിനു പുളിക്കക്കണ്ടത്തിനെതിരെ ഭരണപക്ഷ കൌൺസിലർമാരുടെ പ്രതിഷേധം. എയർപോർട്ട് മോഷണക്കേസ് പ്രതിയായ ബിനുവിനൊപ്പം യോഗത്തിൽ പങ്കെടുക്കാനാവില്ലെന്ന് പ്രഖ്യാപിച്ച് ഭരണപക്ഷ കൌൺസിലർമാർ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. CPM കൌൺസിലർ ബിനു പുളിക്കക്കണ്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിനുമേൽ മാണി ഗ്രൂപ്പിലെ ഒരു വിഭാഗം നേതാക്കൾ സമ്മർദ്ദം ശക്തമാക്കി. ചെറ്റക്കണ്ടി രക്തസാക്ഷി സ്മാരക ഉദ്ഘാടനത്തിൽ MV ഗോവിന്ദൻ പങ്കെടുത്തില്ല. MV ജയരാജനാണ് സ്മാരകം ഉദ്ഘാടനം ചെയ്തത്. ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്ക് CPM സ്മാരകം പണിതത് വിവാദമായതോടെയാണ് സംസ്ഥാന സെക്രട്ടറിയുടെ വിട്ടുനിൽക്കലെന്നാണ് വിവരം. ഡി-സ്പേസ് ടെക്നോളജീസിന്റെ ഏഷ്യയിലെ ആദ്യ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് സെന്റർ കേരളത്തിൽ ആരംഭിച്ചെന്ന് മന്ത്രി P രാജീവ്. ഓട്ടോമേഷൻ ആൻഡ് സ്പേസ് മേഖലയിൽ ജർമ്മനി, ക്രൊയേഷ്യ എന്നീ രാജ്യങ്ങൾക്ക് പുറത്ത് മൂന്നാമത്തെ സെന്ററാണ് കേരളത്തിൽ സ്ഥാപിച്ചത്. ബാംഗ്ലൂരു, ചെന്നൈ, പൂനെ തുടങ്ങി പ്രധാന നഗരങ്ങൾ സന്ദർശിച്ചതിനു ശേഷമാണ് തിരുവനന്തപുരത്ത് പ്രവർത്തനം ആരംഭിക്കാൻ കമ്പനി തീരുമാനിച്ചതെന്ന് മന്ത്രി പറഞ്ഞു. പ്രൊഫഷണൽ സ്പോർട്സ് ലീഗുകൾ കോളേജ് തലത്തിൽ സംഘടിപ്പിക്കുന്നതിനെപ്പറ്റി പ്രാഥമിക രൂപരേഖ തയ്യാറാക്കാൻ സമിതി രൂപീകരിക്കുമെന്ന് മന്ത്രി R ബിന്ദു. രൂപരേഖ ലഭിച്ച ശേഷം വേണ്ട നടപടിക്രമങ്ങൾ ആലോചിക്കും. കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാനുമായി നടന്ന കൂടിക്കാഴ്ചയിലാണ് ഇതിന് ധാരണയായതെന്ന് മന്ത്രി അറിയിച്ചു. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു തന്നെയാണ് താൻ ജനപ്രതിനിധി ആയതെന്നും ജനപ്രതിനിധി ജനങ്ങളോട് ഉത്തരവാദിത്തം കാണിക്കേണ്ട ആളാണെന്ന് തനിക്ക് നല്ല ധാരണയുണ്ടെന്നും മേയർ ആര്യ രാജേന്ദ്രൻ. തലസ്ഥാനത്തെ ജനം മലിനജലത്തിൽ കിടക്കുമ്പോൾ പാർട്ടി പ്രവർത്തനം നടത്തുന്ന മേയർ. വാങ്ങുന്ന ശമ്പളത്തിന് പാർട്ടിയോട് മാത്രം നന്ദി, ജനങ്ങളോട് ഒരു ബാധ്യതയുമില്ല എന്ന ഫേസ്ബുക്ക് കമന്റിനായിരുന്നു ആര്യയുടെ മറുപടി. സംസ്ഥാനത്ത് പരക്കെ മഴ. പ്രധാന നഗരങ്ങളിൽ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു. നഗരങ്ങളിൽ പലയിടത്തും ഗതാഗതക്കുരുക്കും രൂക്ഷമായി. അതേസമയം കേരളത്തിൽ ഇന്ന് അതിതീവ്ര മഴയ്ക്ക് ശമനമുണ്ടായേക്കും. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് പ്രകാരം ഇന്ന് സംസ്ഥാനത്തെ ഒരു ജില്ലയിലും അതിതീവ്ര മഴ സാധ്യതയ്ക്കുള്ള റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ അതിശക്ത മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ട് 6 ജില്ലകളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് ഉള്ളത്. പതഞ്ജലി ഉൽപ്പന്നങ്ങളുടെ പേരിൽ നിയമവിരുദ്ധ പരസ്യങ്ങൾ നൽകിയെന്ന കേസിൽ ബാബ രാംദേവിനോടും സഹായി ആചാര്യ ബാലകൃഷ്ണയോടും കോഴിക്കോട് കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശം. ജൂൺ 3 ഹാജരാകണമെന്നാണ് കോഴിക്കോട് 4ാം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത്. കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്രത്തിളക്കവുമായി KSFEയുടെ ഗാലക്സി ചിട്ടികൾ വരവായി. 100% സുരക്ഷിതത്വവും മെഗാ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഭാഗ്യം കടാക്ഷിക്കുന്നവർക്ക് ബെൻസ് കാറും ലഭിക്കുന്നു. ഒപ്പം 17 ഇന്നോവ കാറുകളും 170 ഐഫോണുകളും. ഗാലക്സി ചിട്ടി, ഇനി ആഘോഷ ചിട്ടി. അദാനി ഗ്രൂപ്പ് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വിറ്റത് നിലവാരം കുറഞ്ഞ കൽക്കരിയെന്നും കോടികളുടെ അഴിമതിയെന്നും റിപ്പോർട്ട്. ഇന്തോനേഷ്യയിലെ വിതരണക്കാരിൽ നിന്ന് വാങ്ങിയ കുറഞ്ഞ നിലവാരമുള്ള കൽക്കരി തുക പെരുപ്പിച്ചു കാട്ടി തമിഴ്നാടിന്റെ പൊതുമേഖലാ സ്ഥാപനമായ ടാങ്കറ്റ്കോയ്ക്ക് നൽകിയെന്നാണ് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. നിലവാരം കുറഞ്ഞ കൽക്കരി കത്തിക്കുന്ന മൂലമുണ്ടാകുന്ന പാരിസ്ഥിതിക ആഘാതവും സർക്കാരിനുണ്ടാകുന്ന ഭീമമായ സാമ്പത്തിക നഷ്ടവും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സ്വാതി മലിവാൾ കേസിൽ സത്യം തെളിയിക്കപ്പെടണമെന്നും നീതി നടപ്പിലാക്കപ്പെടണമെന്നും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. സംഭവം നടക്കുന്ന സമയം താൻ വീട്ടിൽ ഇല്ലായിരുന്നുവെന്നും
അതുകൊണ്ട് തന്നെ നടന്നത് എന്താണെന്ന് അറിയില്ലെന്നും കെജ്രിവാൾ പറഞ്ഞു. എന്നാൽ തനിക്ക് നേരെയുണ്ടായ അക്രമം നോക്കി നിൽക്കുകയും പ്രതിക്കൊപ്പം കറങ്ങി നടക്കുകയും ചെയ്തയാൾ നീതി നടപ്പാക്കുമെന്ന് പറയുന്നത് വിരോധാഭാസമാണെന്ന് സ്വാതി മലിവാൾ പ്രതികരിച്ചു. പൂനെയിൽ മദ്യലഹരിയിൽ ആഡംബര കാറിടിച്ച് 2 പേർ മരിച്ച സംഭവത്തിൽ കൌമാരക്കാരന്റെ ജാമ്യം റദ്ദാക്കി ജുവനൈൽ കോടതി. ജാമ്യം നൽകി 3 ദിവസത്തിനു ശേഷമാണ് കോടതിയുടെ നടപടി. പശ്ചിമ ബംഗാളിൽ 2010 ശേഷം നൽകിയ എല്ലാ OBC സർട്ടിഫിക്കറ്റുകളും റദ്ദാക്കി കൽക്കട്ട ഹൈക്കോടതി ഉത്തരവിട്ടു. 2010 മുമ്പ് OBC സർട്ടിഫിക്കറ്റ് ലഭിച്ചവരുടേത് സാധുവായി തുടരും. 2010 ശേഷം OBC സംവരണത്തിലൂടെ ജോലി ലഭിച്ചവരെ നടപടിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. OBC സർട്ടിഫിക്കറ്റുകൾ ചട്ടം ലംഘിച്ചാണ് വിതരണം ചെയ്യുന്നതെന്ന് ആരോപിച്ച് സമർപ്പിച്ച ഹർജികൾ അംഗീകരിച്ചാണ് കോടതി നടപടി. EVM സുരക്ഷയിൽ ഗുരുതര വീഴ്ചയെന്ന് അഹമ്മദ്നഗറിലെ NCP സ്ഥാനാർത്ഥി നീലേഷ് ലാംഗെ. അഹമ്മദ്നഗറിലെ EVM സൂക്ഷിച്ച സ്ട്രോങ് റൂമിന് സമീപം അജ്ഞാതൻ എത്തിയെന്നും ഇയാൾ CCTV ക്യാമറകൾ ഓഫാക്കാൻ ശ്രമിച്ചെന്നുമാണ് ആരോപണം. സ്ട്രോങ് റൂമിലെ ദൃശ്യങ്ങളും ലാംഗെ പുറത്തുവിട്ടു. കഴിഞ്ഞ ദിവസം സുപ്രിയ സുലെയും സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാട്ടിയിരുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഓഫീസിൽ ബോംബ് ഭീഷണി. നോർത്ത് ബ്ലോക്കിൽ സ്ഥിതി ചെയ്യുന്ന ഓഫീസിന് ഇമെയിൽ മുഖാന്തരമാണ് ഭീഷണി സന്ദേശം എത്തിയത്. ബോംബ് നിർവീര്യമാക്കൽ സംഘവും അഗ്നിരക്ഷാ സേനാംഗങ്ങളും സ്ഥലത്തെത്തി പരിശോധന നടത്തി. സന്ദേശം വ്യാജമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലുള്ള മത്സരം കാണാനായി ചൊവ്വാഴ്ച അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ എത്തിയ നടൻ ഷാരൂഖ് ഖാനെ കടുത്ത ചൂടിനെ തുടർന്നുണ്ടായ നിർജ്ജലീകരണം മൂലം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അഹമ്മദാബാദിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അദ്ദേഹത്തെ പിന്നീട് ഡിസ്ചാർജ് ചെയ്തു. പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ച് അയർലൻഡ്, നോർവേ, സ്പെയിൻ എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾ. ഈ തീരുമാനം ഇസ്രായേലിന് എതിരല്ല, സമാധാനത്തിന് വേണ്ടിയാണെന്ന് സ്പെയിൻ പ്രതികരിച്ചു. തീരുമാനം പലസ്തീൻ സ്വാഗതം ചെയ്തു. ഇതിനു പിന്നാലെ അയർലൻഡിലെയും നോർവേയിലെയും അംബാസഡർമാരെ ഇസ്രായേൽ തിരിച്ചു വിളിച്ചു. ഇതുവരെ ഐക്യരാഷ്ട്രസഭയിലെ 140 രാജ്യങ്ങളാണ് പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചിട്ടുള്ളത്. അമേരിക്കയും ബ്രിട്ടനും ഇതുവരെ പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചിട്ടില്ല. ബ്രിട്ടനിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി ഋഷി സുനക്. പാർലമെന്റ് പിരിച്ചുവിടാൻ രാജാവിന്റെ അനുമതി ലഭിച്ചതോടെ ജൂലൈ 4-ന് തെരഞ്ഞെടുപ്പ് നടക്കും. അഭിപ്രായ സർവേകളിൽ ഇന്ത്യൻ വംശജൻ കൂടിയായ ഋഷി സുനക്കിന്റെ പാർട്ടി പിന്നിട്ട് നിൽക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. ഋഷി സുനക് സർക്കാരിന് 2025 ജനുവരി വരെ കാലാവധിയുണ്ടെന്നിരിക്കെയാണ് 8 മാസം കാലാവധി ബാക്കി നിൽക്കെ അപ്രതീക്ഷിതമായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം. സഞ്ജുവും സംഘവും റോയലായി IPLന്റെ ക്വാളിഫയറിലേക്ക് കടന്നപ്പോൾ കോഹ്ലിക്കും RCBക്കും വീണ്ടും കണ്ണീർ മടക്കം. 6 തുടർ വിജയങ്ങളുടെ പകിട്ടുമായി എലിമിനേറ്റർ പോരാട്ടത്തിനിറങ്ങിയ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ 4 വിക്കറ്റിന് തകർത്ത് സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസ് 2ാം ക്വാളിഫയർ പോരാട്ടത്തിന് അർഹത നേടി. ആദ്യം ബാറ്റ് ചെയ്ത ബാംഗ്ലൂരിനെ 8 വിക്കറ്റ് നഷ്ടത്തിൽ 173 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. മറുപടി ബാറ്റിംഗിനിറങ്ങിയ രാജസ്ഥാൻ 6 വിക്കറ്റ് നഷ്ടത്തിൽ 1 ഓവർ ബാക്കി നിൽക്കെ വിജയലക്ഷ്യം മറികടന്നു. നാളെ നടക്കുന്ന ക്വാളിഫയറിൽ സൺറൈസേഴ്സ് ഹൈദരാബാദുമായി രാജസ്ഥാൻ ഏറ്റുമുട്ടും. ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായി ഏറ്റുമുട്ടും. ഇതോടുകൂടി ഡെയിലി ന്യൂസിന് ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.